ഫ്രണ്ട്സ്, നമ്മുടെ RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ALPന്റെ വിളിച്ചു, പിന്നെ ടെക്നീഷ്യൻ വിളിച്ചു. ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് നമുക്ക് RPF അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ, അതുപോലെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന കോൺസ്റ്റബിൾ അതുപോലെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിൽ നമുക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിലെ എക്സാം പാറ്റേൺ, അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈവൻ നമ്മളെ ഡിബാർ ചെയ്യാനുള്ള സാധ്യത വരെ എന്താണ് റെയിൽവേ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ ഈ പറയുന്ന ഫീ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എക്സാം പാറ്റേൺ പറയുന്നുണ്ട്, ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ വ്യക്തമാക്കിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുതലാണെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ എങ്കിൽ വാച്ച് ചെയ്യുന്നവർ പറയാറുണ്ട്. എങ്കിലും ഞാനത് കുറയ്ക്കാൻ ശ്രമിക്കാറില്ല. കുറയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ എന്താണ് കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് വീഡിയോയുടെ ആ ഒരു എന്താണ് A to Z കാര്യങ്ങൾ വേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരെയും പാടെ പരിഗണിച്ചാണ് നമ്മൾ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പം അതിലും ഉപരി നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, കുറച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന കോൺസ്റ്റബിൾ തന്നെ 4000 മുകളിൽ വേക്കൻസി ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പം 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റബിളിന് ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ SI സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നതിന് മറ്റൊരു നോട്ടിഫിക്കേഷനും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സബ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ നോട്ടീസ് നമ്പർ ഇവിടെ കാണാം നിങ്ങൾക്ക്. 1/2024 RPF. പിന്നെ നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റബിൾ ആണെങ്കിൽ RPF 2/2024 കേട്ടോ. അതിൻ്റെ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം 2 നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന കോൺസ്റ്റബിൾ ആണെങ്കിലും SI ആണെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ, റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ SIയുടെ നോട്ടിഫിക്കേഷനിൽ പറയില്ല. കാരണം SIയുടെ നോട്ടിഫിക്കേഷനും കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതിൻ്റെ എക്സാം പാറ്റേണും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ നമ്മൾ SIൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് പറയുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഈ കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് അക്ഷയിൽ നിന്ന് എടുക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഈ പറയുന്ന കോൺസ്റ്റബിൾ ഇവിടെ കാണാം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും നിങ്ങൾക്ക് ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് 15/4/2024 ആണ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 14/5/2024 വരെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരിക്കലും റെയിൽവേയുടെ എന്താണ് ലാസ്റ്റ് ഡേറ്റ് മാറ്റുമെന്നൊന്ന് വിചാരിച്ചിരിക്കരുത്. ഇതുവരെ നമുക്ക് ടെക്നീഷ്യൻ ആണെങ്കിലും ALP ആണെങ്കിലൊക്കെ കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തു, ഓൺലൈൻ അപേക്ഷ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു അവസരം റെയിൽവേ തരുന്നുണ്ട്. ഇത് വെറുതെ അല്ല, 250 രൂപ നമ്മളതിന് ഫീ ആയിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മളതിന് പേയ്മെൻറ്റ് 250 കൊടുക്കണം. അപ്പോൾ 15/5/2024 മുതൽ നിങ്ങൾക്ക് 24/5/2024 ഈ പറയുന്ന ഡേറ്റുകൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയി എന്നുണ്ടെങ്കിൽ, നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തിരുത്താനുള്ള ഒരു ഡേറ്റ് ആണ്, മോഡിഫൈ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, അതിലൂടെ നമുക്ക് തിരുത്താൻ പറ്റും. ഈ 15/5/2024 മുതൽ എനിക്ക് 24/5/2024 നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലെ കോൺസ്റ്റബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലെവൽ 3 ആണ് വിളിച്ചിരിക്കുന്നത്. 21,700 ഇനിഷ്യൽ പേ വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. അത് ഞാൻ എന്താണെന്ന് പറയാം കേട്ടോ. B1 ഇതിൻ്റെ ഏജ് ഇവിടെ പറയുന്നത് 18 to 28 ആണ്. അപ്പോൾ സാധാരണ നോർമലി നമുക്ക് ഏജ് വരുന്നത് 18 to 25 ആയിരുന്നു. ഓക്കെ, അതായത് 2018 വന്നത് 18 to 25 ആയിരുന്നു. ഓക്കെ, എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ കൊറോണ കാരണം കോവിഡിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്താണ് 3 വർഷത്തെ റിലാക്സേഷൻ റെയിൽവേ തന്നിട്ടുണ്ട്. ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സിനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന 18 to 28 വയസ്സ് വരെ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് OBC ആണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം 4208 വേക്കൻസിയാണുള്ളത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ പറഞ്ഞു ആ 3 year റിലാക്സേഷൻ നമുക്ക് തന്നിരിക്കുന്നത് കോവിഡിൻ്റെ കാരണം കൊണ്ടാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിൽ വരില്ല കേട്ടോ. ഇതൊറ്റ തവണ ഉണ്ടാവുള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഈ വർഷം നടക്കുന്ന അപ്പം നമുക്ക് ALPക്ക് കിട്ടി, ടെക്നീഷ്യന് കിട്ടി, ഇനിയിപ്പോൾ RPFന് കിട്ടി, ഇനി NTPC ഒക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ലെവലിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ നോട്ട് ചെയ്ത് പറയുന്നുണ്ട്, അതായത് ഒന്നിലധികം ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് റെയിൽവേ അത് നിങ്ങളെ ഡിബാർ ചെയ്യും, RRB ഡിബാർ ചെയ്യുന്ന പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും മൈനർ ആയുള്ള മോഡിഫിക്കേഷൻ നടത്തി നമ്മൾ വീണ്ടും വേറൊരു അപ്ലൈ
ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നം നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി, പേഴ്സണലായി മെസ്സേജ് അയച്ചാൽ മതി. അതിൽ നമ്മൾ വാട്സപ്പ് നമ്പർ വരും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതി, നമ്മൾ ചെയ്ത് പ്രിൻ്റ് എടുക്കാനുള്ള PDF അയച്ചു തരും. അപ്പോൾ അതിന് നിശ്ചയമുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ മുൻപൊക്കെ വന്നിരുന്നത് 18 to 25 ഇപ്പോൾ നിലവിൽ നമുക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 28 കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ ഏജിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ നമുക്ക് 18 to 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 30+5 കൂട്ടി 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 32 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ, 5 കൂട്ടുന്നത്. ഓക്കെ, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 കൂട്ടിയിട്ട് 31 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. SC/ST OBCൻ്റെ പിന്നെ എക്സ് സർവീസ്മാനും പിന്നെ വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കൊക്കെ എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ എക്സാം ഫീ ആണ്. എക്സാം ഫീ ഇപ്പോൾ നമുക്ക് SI എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും ഏജ് ലിമിറ്റും എക്സാം ഫീ എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് കാണാം, മറ്റേ ഈ ക്വാളിഫിക്കേഷൻ മാത്രമേ മാറുള്ളൂ. അപ്പം നമുക്ക് കോൺസ്റ്റബിളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും നമ്മുടെ എന്താണ് SI എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, എനി ഗ്രാജുവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സാം ഫീ ഇവിടെ കാണാം. എക്സാം ഫീയിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ 500 രൂപയാണ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ. അവർ താഴെ ഈ രണ്ട് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് റോല് തന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലാത്ത മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളും എന്താണ് അടയ്ക്കേണ്ട തുക എന്താണ് 500 രൂപയാണ്. ഓക്കെ, ഈ 500 രൂപയിൽ അവർക്ക് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അതായത് SC/ST അതുപോലെ എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ മൈനോറിറ്റീസ്, മൈനോറിറ്റീസ് ഒക്കെ വിശദമാക്കുന്നുണ്ട്. അതുപോലെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് EWS അല്ല, ഇത് EBC ആണ് കേട്ടോ, വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപ നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, 250 രൂപയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 2 എന്ന് പറയുന്ന ഈ റോയിൽ ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് 500 രൂപ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. 500 രൂപയിൽ എന്താണ് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു ഫീ ആണ് പിടിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആർക്കൊക്കെയാണ് ഫീ റിലാക്സേഷൻ എന്ന് പറഞ്ഞു നമ്മൾ, ഒന്ന് SC/ST, അത് പിന്നെ സംശയമില്ല SC/ST കാൻഡിഡേറ്റ്സ് ഉണ്ട്, പിന്നെ എക്സ് സർവീസ്മാൻ ഉണ്ടായിരിക്കും, പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പറഞ്ഞാൽ നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ വനിതകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 250 രൂപ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ മൈനോറിറ്റി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതൊക്കെ നമ്മൾ LP ഒക്കെ കണ്ട വീഡിയോ കണ്ടവർക്ക് എളുപ്പമായിരിക്കും സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുസ്ലിം ആണോ നിങ്ങൾക്ക് 250 മതി, ക്രിസ്ത്യൻ ആണെങ്കിൽ 250, സിഖ് ആണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള മതവിഭാഗക്കാർ മൈനോറിറ്റി റിലീജിയൻ ആണെങ്കിൽ അവർക്ക് 250 രൂപ ഫീ കൊടുത്താൽ മതി. ഓക്കെ, ദെൻ നമ്മൾ മൈനോറിറ്റി റിലീജിയൻ ആണ് നമ്മൾ അവകാശപ്പെടുന്ന നമ്മൾ ആ രീതിയിൽ നമുക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഡിക്ലറേഷൻ നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ ഒരു അഫിഡവിറ്റ് നമ്മൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് നമ്മൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമല്ല, അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ ജസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മൈനോറിറ്റി റിലീജിയനിലാണ് നമ്മൾ ഒരു എന്താണ് ഉറപ്പ് കൊടുക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ, ഒരു സത്യവാങ്മൂലം നമ്മൾ കൊടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ ഞാൻ കാണിക്കാം. ഓക്കെ, ഇനി EBC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആനുവൽ ഇൻകം, അതായത് 50,000 താഴെയുള്ള എന്താണ് ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 250 രൂപ കൊടുത്താൽ മതി. അത് എങ്ങനെയുള്ള ആളുകളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് BPL കാർഡിൻ്റെ ഉടമകളാണെങ്കിൽ നിങ്ങൾക്ക് BPL കാർഡ് എന്താണ് പ്രൂഫാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 250 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുത്താൽ മതി ഫീ. ഓക്കെ, ഇനി അല്ലെങ്കിൽ വാലിഡ് ആയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫീ റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ EWS എന്ന് പറയുന്ന കാൻഡിഡേറ്റ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ്സിന് എന്താണ് ഈ പറയുന്ന പോസ്റ്റ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ EBC എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഫീ റിലാക്സേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ചാൽ രണ്ടും സെപ്പറേറ്റ് ആണ്, വേറെ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നല്ല. ഇനി ഇതിൻ്റെ കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. സബ് ഇൻസ്പെക്ടറിൻ്റെ ഞാൻ പറയാം കേട്ടോ, മറ്റേ നോട്ടിഫിക്കേഷനിൽ. കോൺസ്റ്റബിളിൻ്റെ നമുക്കിത് അവിടെ കാണാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ഉണ്ടായിരിക്കുക, പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഉണ്ടായിരിക്കും, നിശ്ചയമുള്ള ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഈ 3 ഘട്ടമാണ് അതിൽ വരുന്നത്. ഒന്ന് ഫിസിക്കൽ, ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് SMS അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് നമ്മൾ അറിയിക്കുക. പിന്നെ അറബിയുടെ വെബ്സൈറ്റ് വഴി അറിയിക്കും, പിന്നെ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കും.
ഓക്കെ, ഇനി ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ 10th ലെവൽ, അത് 10ാം ക്ലാസ് ലെവൽ അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അധികം NCERT ബേസിലുള്ള സിലബസ് ആണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരാം. ഓക്കെ, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ എക്സാം എങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അർത്ഥം ആ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാന്നല്ല, നമുക്ക് ഏതൊക്കെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുകയും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് വാങ്ങി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പാറ്റേൺ ആൻഡ് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൂടെ. അപ്പോൾ പാറ്റേൺ ആൻഡ് സിലബസിൽ നിങ്ങൾക്ക് ആ 90 മിനിറ്റാണ് ഡ്യൂറേഷൻ വരുന്നത്, 120 ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 120 ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഒരു മൂന്നോളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന് 1 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അത് നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ 1/3 മൈനസ് ആയിട്ട് പിടിക്കും. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് അടിസ്ഥാനം, അല്ല ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് എക്സാം നടക്കുക. പിന്നെ അതിൻ്റെ മാർക്ക് നോർമലൈസേഷൻ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അരിത്മെറ്റിക് വരുന്ന 35 മാർക്കിനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാങ്ങുന്ന ബുക്കൊക്കെ ഇതിൽ പറയുന്ന സിലബസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണെന്നൊക്കെ ഉറപ്പുവരുത്താം. പിന്നെ ബുക്കുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമ്മൾ നോക്കാം, നല്ല ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിലിപ്പം എല്ലാവിധ എക്സാമുകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് നമ്മൾ അത് നിങ്ങൾക്ക് എത്തിക്കാനുള്ളൊരു രീതി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് നടക്കില്ല, നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് മെറ്റീരിയൽസ് PDF ഒക്കെ അവൈലബിൾ ആവും. ബുക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് നല്ല എമൗണ്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും. അതോടെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ നിശ്ചിതമായുള്ളൊരു കട്ട് ഓഫിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുക ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റുമാണ്. അപ്പോൾ ആദ്യം നടക്കുന്നത് എന്തായിരിക്കും? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരിക. അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇവിടെ പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ എന്താണ് ഓടാനുണ്ടാവും. 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഓടി എത്തിയാൽ മതി. അത് ഫസ്റ്റ് എത്തണമെന്നില്ല, ഈ നിശ്ചിത ടൈം കൊണ്ട് നമ്മൾ ഓടി എത്തിയാൽ മതി. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 800 മീറ്റർ ഓടിയാൽ മതി, അവർ 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് എത്താന്നുള്ളതാണ്. ഇനി ലോങ് ജമ്പ് ഉണ്ടാവും. മെയിൽ കാൻഡിഡേറ്റ്സിന് 14 ഫീറ്റ് നമ്മൾ ചാടി എത്തണം. ഹൈ ജമ്പിൽ 4 ഫീറ്റ് ഉയരത്തിൽ നമ്മൾ ചാടണം. ഫീമെയിൽ ആണെങ്കിൽ അത് ലോങ് ജമ്പ് 9 ഫീറ്റും ഹൈ ജമ്പ് 3 ഫീറ്റും എന്താണ് ചാടിയാൽ മതി. ഓക്കെ, ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓട്ടത്തിന് നിങ്ങൾക്ക് ഒരു ചാൻസ് ലഭിക്കുകയുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ ഒരു ചാൻസ് ലഭിക്കുകയുള്ളൂ. ലോങ് ജമ്പും ഹൈ ജമ്പും നിങ്ങൾക്ക് 2 ചാൻസ് വീതം ലഭിക്കും. ഓക്കെ, ലോങ് ജമ്പിന് 2, ഇതിന് 2 ചാൻസ് കിട്ടും. ഇത് ഒറ്റ ചാൻസ് തന്നെ ഔട്ടാണെങ്കിൽ നമ്മൾ ഔട്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചാൻസ് പിന്നെ ഉണ്ടാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫിസിക്കൽ മെഷർമെൻറ്റ് അതിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പം ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ ആണെങ്കിൽ അത് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഓക്കെ, ഇനി SC ST കാൻഡിഡേറ്റ്സ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 160 മതി, 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ അവർക്കുണ്ട്. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 152 സെൻറ്റിമീറ്റർ മതി. ഓക്കെ, ഇനി ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം ബാധകമാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത് ബാധകമല്ല. മെയിലിന് ഈ പറയുന്ന നോർമൽ കണ്ടീഷനിൽ 80 സെൻറ്റിമീറ്റർ, ജനറൽ EWS OBC ആണെങ്കിൽ 80, എക്സ്പാൻഡഡ് കണ്ടീഷനിൽ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം, അത് 85 സെൻറ്റിമീറ്റർ വേണം. ഇനി SC ST ആണെങ്കിൽ 76.2ഉം 81.2 വരുന്നത്. പിന്നെ ഇത്തരം എന്താണ് ഈ പറയുന്ന ട്രൈബലായിട്ടുള്ള ഇങ്ങനെയുള്ള എന്താണ് ആളുകൾക്ക് നമുക്ക് അങ്ങനെയുള്ള വിഭാഗക്കാരുണ്ട്, അവർക്ക് പിന്നെയും റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളടുത്ത് വേണ്ടത് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ, നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം കേട്ടോ, പ്ലെയിൻ വൈറ്റ് കളറായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 30 കെയുടെയും 70 കെയുടെ ഇടയിലായിരിക്കണം അതിൻ്റെ ഫയൽ സൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നല്ല രീതിയിൽ നിങ്ങൾ എന്താണ് ഫോട്ടോ എടുത്ത് നല്ല ക്ലിയറിൽ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഒക്കെ നമ്മൾ മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഈ പറയുന്ന പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് നമ്മുടെ മെയിലിലേക്ക് എന്ത് ചെയ്യുക, ഒരു കോപ്പി ഇത്തരം പറയാം. ഈ മെയിലിലേക്ക് ഇട്ട കോപ്പി എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കോപ്പികൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോണിൽ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ പിക്സലിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറയും. അപ്പോൾ ഏറ്റവും നല്ലത് അതാണ്, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റെയിൽവേയിൽ കൊടുക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, അതിൻ്റെ 12 കോപ്പി അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അത് ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കില്ലെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങളാണ്. പിന്നെ ഇവിടെ സ്കാൻഡ് സിഗ്നേച്ചർ വേണം.
ഓക്കെ, അത് 30K 70K ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം, ഇപ്പോൾ OBC SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ നിശ്ചിതമായുള്ള ഫോർമാറ്റുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അത് നമുക്ക് അക്ഷയയിൽ നിന്ന് എടുത്താൽ മതി എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്യണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന എക്സാം എഴുതാൻ പോകുന്നതിനൊക്കെ എന്താണ് ട്രെയിൻ ട്രാവലിനുള്ള ആ ഒരു പാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് പാസ് വേണമെന്നുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ SC/ST സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളൊന്നും എന്ത് ചെയ്യേണ്ട, അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറയാം കേട്ടോ. കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷൻ വേണ്ട. മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 3577 വേക്കൻസിയും ഫീമെയിലിന് 631 വേക്കൻസിയാണുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് SC/STക്കൊക്കെ വേണ്ട ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ പ്രിൻ്റ് ആണ്. ഇത് പ്രിൻ്റ് എടുക്കുന്നതിൽ നല്ല പ്യുവർ ആയിട്ട് അതിൻ്റെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ കാണിക്കാം കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ ഇതാണ് OBCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക. അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് ഈ പറയുന്ന സെൽഫ് ഡിക്ലറേഷൻ ഫോമും പാടെ നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ട. അവിടെ നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ തന്നെ സൈൻ ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് നമ്മളെടുത്ത് നമ്മളെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് കിട്ടും, അവൈലബിൾ ആയിരിക്കുന്നാലും നമ്മൾ എടുത്ത് വെക്കുക. എന്നാൽ നമ്മളിത് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകണം കേട്ടോ. OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം അവർ ഈ ഒരു സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്ന് റെഡിയാക്കണം. അത് സെയിം ഫോർമാറ്റ് തഹസിൽദാർ ആയിരിക്കും ഇഷ്യൂ ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ OBC കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ടതാണ്. SC/STക്ക് ഒരൊറ്റ സർട്ടിഫിക്കറ്റുള്ളൂ, മാതൃകയുള്ളൂ. ഇതവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇവിടെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് കറക്റ്റാണ് കാണിക്കാം. ഇനി നിങ്ങൾ മൈനോറിറ്റി റിലീജിയൻ, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എടുത്ത് വെക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിക്ലറേഷനാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്ത് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത് കൊണ്ടുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ ആ ഫീ റിലാക്സേഷൻ 250 മൈനോറിറ്റി മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണെന്ന് നമ്മൾ തെളിയിക്കുന്ന ഒരു ഡിക്ലറേഷൻ. ഇത് നമ്മൾ ഈ ഒരു ഫോമാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. സിമ്പിളാണ്, നമുക്കത് ഫില്ല് ചെയ്താൽ മതി. ഒക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ്. ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള പറയുന്ന ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത്, ഇപ്പം ഞാൻ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയാം. ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിൻ്റെയും സെയിം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഞാൻ പറയാം. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ സബ് ഇൻസ്പെക്ടറിൻ്റെ ആണ് നോക്കുന്നത് കേട്ടോ. ഇതിൽ സെയിം ഡേറ്റ് തന്നെയാണ്, അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ പേ സ്കെയിൽ മാറുന്നുണ്ട്. 30,400 അതിൻ്റെ ഇനീഷ്യൽ പേ. ലെവൽ 6 ആണ് വരുന്നത് കേട്ടോ. ഇത് സെയിം ഏജ് ആണ്. B1 ആണ് ഇതിൻ്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 482 പോസ്റ്റാണ് അതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് കേട്ടോ. അതായത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഷർമെൻറ്റ് ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ തന്നെയാണ്. നേരത്തെ നമുക്ക് കോൺസ്റ്റബിൾ അതേ മെത്തേഡ് തന്നെയാണ്. ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് പാറ്റേൺസിൽ കുറച്ച് മാറ്റേൺസ് ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം. സിലബസിൽ ചെറിയ തെറ്റാണ് 235. പിന്നെ ഈ പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് തന്നെ നമുക്ക് ഡിഗ്രി ലെവലായിരിക്കും, ഗ്രാജുവേഷൻ ലെവലായിരിക്കും. അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മാറും. ഏരിയയൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്, കുറച്ചൊക്കെ അങ്ങോട്ട് മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങൾ അതിൻ്റെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം മെയിലാണെങ്കിൽ നിങ്ങൾക്ക് 1600 മീറ്റർ നിങ്ങൾ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. ഫീമെയിൽ ആണെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ ഓടിയെത്തിയാൽ മതി. ലോങ് ജമ്പ് 12, ഹൈ ജമ്പ് 3 ഫീറ്റ് 9 ഇഞ്ച് ചാടിയെത്തണം. അപ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ സബ് ഇൻസ്പെക്ടറിൽ വരുമ്പോൾ. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ 9 ടു ലോങ് ജമ്പ് 9 ഫീറ്റ്, ഹൈ ജമ്പ് 3 ഫീറ്റാണ് പറയുന്നത്. പിന്നെ മെഷർമെൻറ്റിലേക്കാകുമ്പം EWS ജനറൽ OBC ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 165, ഫീമെയിൽ 187, SC/ST ആണെങ്കിൽ 160, 182 വേണ്ടത്. ഈ ഫീമെയിൽ ആണെങ്കിൽ 182 കേട്ടോ. ചെസ്റ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം ബാധകമാവുള്ളൂ. നോർമൽ 80, എക്സ്പാൻഡറിൽ 85. ഇനി SC/ST ആണെങ്കിൽ 76.2, 81.2 ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ. ബാക്കി എല്ലാം എന്താണ്, ഇപ്പം ഈ പറയുന്ന കോൺസ്റ്റബിൾ ആണെങ്കിലും സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും സെയിം ആണ്. ഇനി ഇതിലേക്കുള്ള ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് നിങ്ങൾക്ക് കാണാം, അവിടെ കാണാം B1. ഓക്കെ, നിങ്ങൾക്ക് കാണാം B1 ആണ്. അപ്പോൾ B1 വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഡിസ്റ്റൻറ്റ് വിഷൻ 6/9 6/12 അപ്പോൾ ഈ 6/9 6/12 നിങ്ങൾക്ക് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ടായാലും മതി, ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ കണ്ണട വാങ്ങുന്ന ഓപ്റ്റിക്കൽസിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, 6/9 ഉണ്ടോ, ഗ്ലാസ് വെക്കാതെ ഉണ്ടോ, വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിയർ വിഷൻ നിങ്ങൾക്ക് 0.6 ആണ് പറയുന്നത്, അതും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്.
പിന്നെ നമുക്ക് ഈ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും, കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടാകും, നമ്മൾ ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ B1 കുറിച്ചിട്ടും A3 കുറിച്ചിട്ടും B2 കുറിച്ചിട്ട് ഞാൻ നമ്മുടെ ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക്. നമ്മുടെ ALPൻ്റെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ALPൻ്റെ എന്നാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റ് കാണിക്കാം. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഓക്കെ ALPൻ്റെ അതിൻ്റെ ചാർട്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ALPൻ്റെതല്ല, ടെക്നീഷ്യൻ എന്ന് തോന്നുന്നു കേട്ടോ. ടെക്നീഷ്യൻ്റെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്, ജസ്റ്റ് ഞാൻ കാണിക്കാം. ഞാൻ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ പറയുന്ന 6/9 എന്നൊക്കെ ഉള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അതിൽ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, പിക്ചറൊക്കെ കാണിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 4:24 അല്ല 14:24 കേട്ടോ. ഇതിൻ്റെ ടൈം ഏകദേശം കണക്കാക്കുകയാണെങ്കിൽ ഒരു 13 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു 13 ടൈം ഈ വീഡിയോയുടെ RRB ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റ് ഇതിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇതിലൊരു 13 എന്ന് പറയുന്ന ടൈം അല്ലെങ്കിൽ 14 എന്നുള്ള ടൈമിൽ നിങ്ങൾ ഇതാക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ചാർട്ടൊക്കെ വെച്ച് ഞാൻ അതിനെ എന്താണ് 6/6 എന്താണ് 6/9 എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും RRB ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ആ വീഡിയോ, ഒരു മാസം മുൻപ് നമ്മൾ ചെയ്ത ടെക്നീഷ്യൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം 30 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാത്തവർക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരാം. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 14/4 ഇന്നാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ദിവസം 15 മുതലാണ്. നാളെ മുതലാണ് നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് ഓപ്പൺ ആവുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ അപേക്ഷ നൽകണമെങ്കിൽ നിങ്ങൾ, അതായത് ഓൺലൈൻ അപേക്ഷ ചെയ്യുന്ന വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്തുതരാം. അപ്പോൾ നിശ്ചയമായ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കാണാം RPF റിക്രൂട്ട്മെൻറ്റ് 2004. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു അപ്ലൈ എന്ന് പറയുന്ന ഒരു ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് തന്നെയാണ്, ഇതിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിക്കോളണമെന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് കാണാം. ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എന്ന് കാണാം. ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട RRBയുടെ പേജിലേക്കാണ് പോവുക. ഇതാണ് RRBയുടെ ആ ഒരു ഡാഷ്ബോർഡ് വരുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പോയിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ, ഇപ്പോൾ നമുക്ക് നിലവിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക്, ഇപ്പോൾ ALPയിലും ടെക്നീഷ്യനിലും നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം അക്കൗണ്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അല്ലാത്തവർ എന്ത് ചെയ്യണം, അവിടെ പുതിയ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് പറഞ്ഞിട്ട് പുതിയത് നാളെ വരും. ഇന്ന് നമുക്കത് കാണൂല എന്ന്, കാരണം ഇവിടെ കാണാൻ പറ്റും കറൻലി നോ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ലൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. നമുക്ക് നിലവിലിപ്പം അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ല, കാരണം നാളെ മുതലാണ് ലിങ്ക് ആക്റ്റീവ് ആവുക. അപ്പോൾ നാളെ മുതൽ നമ്മൾ വീഡിയോ ആണെങ്കിൽ നാളെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ കൂടുതൽ പേര്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് അവിടുന്ന് കിട്ടും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കോൺസ്റ്റബിളിൻ്റെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, ദെൻ സബ് ഇൻസ്പെക്ടർ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും RPF കോൺസ്റ്റബിളിൻ്റെ. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ RRB ഗ്രൂപ്പ് ഡീൻ്റെ കാണാം. ദെൻ ഗ്രൂപ്പ് ഡീൻ്റെ ഒക്കെ എക്സാമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടില്ല, ഇപ്പം ഓരോന്നിങ്ങനെ വരികയാണ്. അതുപോലെ ഇതിൻ്റെ എക്സാം ടൈം കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ഒന്ന് പാടെ ഞാൻ പറയാം, ഓൺലൈൻ അപേക്ഷ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. RPFൻ്റെ എക്സാം എപ്പോഴാണെന്നുള്ളത് നമ്മൾ ഓൺലൈൻ അപേക്ഷ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഓർമ്മപ്പെടുത്താൻ. ദെൻ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ISROൻ്റെ നിങ്ങൾക്ക് 18-ാം തീയതി നടക്കുന്ന എക്സാമിൻ്റെ വിവിധ ട്രേഡുകളിലൊക്കെ ഇതിലുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെയും ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് നിങ്ങൾ വരും കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ കയറിക്കോണമെന്നില്ല, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരും. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നാളെ നമ്മൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മാക്സിമം തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.